നമസ്കാരം. പിണറായി വിജയൻ എന്ന തൊഴിലാളി നേതാവ് ഒരു ആഡംബര ബംഗ്ലാവ് പണിത് സ്ഥാപിക്കുന്നു എന്ന വാർത്ത പരക്കുകയും ഒഞ്ചിയെത്തുന്ന ചില സഖാക്കൾ അത് അന്വേഷിക്കാൻ അവിടെ ചെല്ലുകയും അവരെ പ്രാദേശിക സഖാക്കൾ തടഞ്ഞ് ഉപദ്രവിക്കുകയും ചെയ്തിടത്താണ് വാസ്തവത്തിൽ പിണറായിക്കെതിരെയുള്ള ആദ്യത്തെ ആഭ്യന്തര കലാപം ഉണ്ടാകുന്നത് എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. പിന്നീടാണ് RMP ഉണ്ടാവുന്നതും TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്നതുമൊക്കെ. ലാവ്ലിനടക്കമുള്ള ആരോപണങ്ങളുടെ തുടർച്ചയായിരുന്നു പിണറായിയുടെ ആഡംബര വീടിനെക്കുറിച്ചുള്ള വാർത്തകളും. ഇത്രയധികം വിവാദമുണ്ടായിട്ടും ഇന്നേ വരെ പിണറായിയുടെ വീടിൻ്റെ ഒരു മുഴുനീള ചിത്രം ആർക്കും ലഭിച്ചിട്ടില്ല. വീടിൻ്റെ അകത്ത് ആരെങ്കിലും ഇരിക്കുന്നതിൻ്റെ ഒരു ചിത്രം പോലും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആകപ്പാടെ അന്ന് വിവാദത്തിൽ പങ്കുചേർന്ന ജനശക്തി എന്ന വാരിക പിണറായിയുടെ വീടിൻ്റെ ഒരു പുറം ചിത്രം പ്രസിദ്ധീകരിച്ചിരുന്നു. പിണറായിയുടെ വീടിന് എത്ര വലിപ്പമുണ്ടെന്നോ അതിൻ്റെ ഉള്ളിലെ സ്ഥിതി എന്താണെന്നോ ആർക്കും ഒരു നിശ്ചയവുമില്ല. എന്നാൽ സഖാക്കൾ എക്കാലത്തും പിണറായിയെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. പ്രതിരോധിക്കുന്നവർക്ക് വേണമെങ്കിൽ ആ വീടിൻ്റെ ചിത്രം പുറത്തുവിടാം. അവരാരും വിട്ടിട്ടില്ല, അവരാരും കണ്ടിട്ടുമില്ല. സഖാക്കൾക്ക് പോലും ആ വീടിനുള്ളിൽ പ്രവേശനമില്ലാത്തതുകൊണ്ടാണ് പിണറായിയുടെ വീട് ആർക്കും കാണാൻ ഭാഗ്യം ലഭിക്കാത്തത്. എന്നാൽ പിണറായി സഖയുടെ മനസ്സിലെ ഒരു നീറുന്ന വേദനയാണ് പിണറായിയുടെ വീടിനെക്കുറിച്ചുള്ള വിവാദം. അതുകൊണ്ടാണ് ഇന്നലെ അവർ പൊടുന്നനെ പുതിയൊരു വിവാദം തട്ടിയെടുത്തു. പിണറായിയുടെ വീടിനെ കവച്ച് വയ്ക്കുന്ന ആഡംബര സൗധത്തിലാണ് VD സതീശൻ താമസിക്കുന്നത് എന്നതായിരുന്നു അവരുടെ കണ്ടെത്തൽ. മുഖ്യമന്ത്രിയാകുമെന്ന തികഞ്ഞ ആത്മവിശ്വാസമുള്ള VD സതീശൻ ചൊവ്വാഴ്ച വൈകുന്നേരം ആലുവ ദേശത്തുള്ള തൻ്റെ വസതിയിലെത്തി. പാർട്ടി പ്രവർത്തകരും ചാനലുകളും അവിടേക്ക് പ്രവഹിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ മുമ്പിലെ ആൾക്കൂട്ടത്തിൻ്റെ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തപ്പോൾ VDയുടെ വീടിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. വലിയൊരു വീടാണ് VDയുടേത്. സഖാക്കൾ ചോദിക്കുന്നു, പിണറായിയുടെ വീട് തപ്പിപ്പോയ മാപ്രകൾ എന്തുകൊണ്ട് സതീശൻ്റെ വീട് ഇതുവരെ മറച്ചുവെച്ചു? ആർക്കും എന്താണ് സതീശൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ആശങ്കയില്ലാത്തത് എന്ന്. പോരാളി ഷാജി മുതൽ ജേക്ക് C. തോമസ് വരെയുള്ള ആവേശ കമ്മിറ്റിക്കാർ രംഗത്തിറങ്ങി. പ്രതീഷ് മാർട്ടിൻ ജേക്കബ് മലയാളി ആദ്യമായിരിക്കും ആലുവ ദേശത്തുള്ള VD സതീശൻ്റെ വീട് കണ്ടിട്ടുണ്ടാവുക. പിണറായി വിജയൻ്റെ ഇല്ലാത്ത കൊട്ടാരം അന്വേഷിച്ചു പോയ ആർക്കും സതീശൻ്റെ കൊട്ടാര സമാനമായ വീടിനെ പറ്റി, അത് പണിയുന്നതിന് അയാൾക്കുള്ള പണത്തിൻ്റെ സോഴ്സിനെ പറ്റി ഒരു ആശങ്കയുമില്ല. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് മണി ചെയിൻ തട്ടിപ്പും ചിട്ടി വട്ടി പലിശ പിരിവുമായി താരകൻ്റെ വീട്ടിൽ ബജാജ് സ്കൂട്ടറിൽ മണ്ടി നടന്നവനാണ്. എന്താല്ലേ, ഇതൊക്കെയാണ് പ്രിവിലേജ്. നിഷ രാജപ്പൻ ആലുവയിലും നോർത്ത് പരവൂരിലുമായി കൊട്ടാര സമാനമായ 2 ആഡംബര വീടുകളാണ് സതീശനുള്ളത്. 3 തവണ MLA ആയിരുന്നു, അതിൽ 1 തവണ പ്രതിപക്ഷ നേതാവ്. ഈ വരുമാനമില്ലാതെ ഇത്രയും വലിയ ആഡംബര വീടുകൾ വയ്ക്കാൻ സതീശന് വരുമാനം എന്താണെന്ന് ഒരു മാധ്യമവും അന്വേഷിച്ചു പോയില്ല. ദോഷം പറയരുത്, അവർ അന്വേഷിച്ചു. അത് പക്ഷേ പിണറായി വിജയൻ്റെ 2 നില വാടക വീടായിരുന്നു. പറവൂരിലെ വീട്ടിൽ 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള വിശാലമായ സൗകര്യങ്ങളുണ്ടെന്നാണ് ഏഷ്യാനെറ്റ് സ്റ്റോറിയിൽ പറയുന്നത്. മാധ്യമങ്ങളുടെ പ്രിവിലേജ് കിട്ടിയാൽ ഏതൊരു കൊള്ളക്കാരനും രാജ്യത്തെ ഏറ്റവും സത്യസന്ധനായ മനുഷ്യനാവാം. ജേക്ക് C. തോമസിൻ്റെ പേജിൽ ഇങ്ങനെ പറയുന്നു, പിണറായി വിജയൻ്റെ ഇല്ലാത്ത കൊട്ടാരവും റിമോട്ട് കൺട്രോളുള്ള ഗേറ്റും ഒക്കെ തിരഞ്ഞ് നടന്നവന്മാർക്ക് VD സതീശന് കൊട്ടാര സമാനമായ വീടോ അതുണ്ടാക്കിയ പണത്തിൻ്റെ സോഴ്സോ ഒന്നും അറിയേണ്ട. VD സതീശൻ രാഷ്ട്രീയമല്ലാതെ ജോലി ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടിരുന്നോ? സതീശൻ്റെ അച്ഛന് പണ്ട് ആനയുണ്ടായിരുന്നു, ബസ്സുണ്ടായിരുന്നു, പറമ്പിലെ തേങ്ങ വിറ്റ് ലക്ഷങ്ങൾ കിട്ടും എന്നൊക്കെയുള്ള ക്യാപ്സ്യൂളുകൾ മീഡിയ 1 ജമാഅത്ത് ലീഗർ ഇറക്കുമായിരിക്കും. പിണറായി വാടക വീടെടുത്തപ്പോൾ ചർച്ച നടത്തിയവരാണ് ഇവിടുത്തെ മാപ്രകൾ. ഇതൊക്കെയാണ് കോൺഗ്രസ്സുകാർക്ക് കിട്ടുന്ന പ്രിവിലേജ്. കടുത്ത സംഘവിരോധിയും ഇസ്ലാമിക പക്ഷ രാഷ്ട്രീയക്കാരനുമായ ബിനോജ് നായർ എഴുതി, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് VD സതീശൻ എന്തായിരുന്നു ജോലി? മൂപ്പരെ പരമ്പരാഗത ജന്മികുടുംബാംഗമാണോ? അതോ ഭാര്യ എന്തെങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥയോ കോടീശ്വരൻ്റെ മകളോ ആണോ? സവർണ മാടമ്പി മനോഭാവം എന്ന് വിളിച്ച് ചോദ്യം ചോദിക്കുന്നവനെ സംഖ്യയാക്കേണ്ട. മൂപ്പരുടെ വരുമാന സ്രോതസ്സാണ് ചോദ്യം. അല്ല, സതീശൻ ജന്മന കോടീശ്വരനായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്ന തലേന്ന് അദ്ദേഹത്തിന് സിക്കിം മെമ്പർ ലോട്ടറി 1ാം സമ്മാനം കിട്ടിയിരുന്നു എന്നൊക്കെയാണെങ്കിൽ എൻ്റെ ചോദ്യം പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. പിണറായിയുടെ വരുമാനത്തെയും കോടികളുടെ സമ്പാദ്യത്തെയും പറ്റി ഞാൻ ചോദിച്ചപ്പോൾ പിന്തുണച്ചവരുടെ പിന്തുണ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇത്തരത്തിലുള്ള 100 കണക്കിന് പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഫേസ്ബുക്കിൽ ഏറ്റവും അധികം ട്രെൻഡായത് ഈ വാദമാവാം. എന്നാൽ അതിന് മറുഭാഗവും രംഗത്തുണ്ട്. ഷഫീർ മുഹമ്മദ് ഇങ്ങനെ എഴുതുന്നു, സതീശൻ വെറുതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതല്ല, 10-15 കൊല്ലം ഹൈക്കോടതിയിൽ വക്കീലായി നിന്ന് പണിയെടുത്ത ആളാണ്. അന്ന് കേസും തിരക്കും കാശും കൈനിറയുണ്ടായിരുന്നു. അതുകൂടാതെ അയാൾക്കും ഭാര്യയ്ക്കും കുടുംബത്തിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കളുണ്ട്. ചുരുക്കത്തിൽ രാഷ്ട്രീയത്തിൽ വരും മുമ്പേ സതീശൻ സാമ്പത്തികമായി സെറ്റിൽഡാണ്. മറുഭാഗത്ത് EMS മുതൽ പിണറായി വിജയൻ വരെയുള്ള CPM മുഖ്യമന്ത്രിമാരുടെ കാര്യമെടുക്കാം. രാഷ്ട്രീയമല്ലാതെ ഇവർ ജീവിതത്തിൽ ഇന്ന് വരെ വേറെ വല്ല ജോലിയും ചെയ്തിട്ടുണ്ടോ? ഭൂരിഭാഗം CPM മന്ത്രിമാരുടെയും MLA മാരുടെയും അവസ്ഥ ഇത് തന്നെയാണ്. VS-ഉം പിണറായിയും ഒക്കെ തീരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് വന്നവരാണ്. അവർക്ക് പാരമ്പര്യം ഒന്നും കിട്ടാനുമില്ല. എന്നിട്ടും ഇവർക്കെല്ലാം വലിയ വീടുകളും ആസ്തികളുമില്ലേ? എവിടെ നിന്നാണ് കാശ്?
സതീശന് ഇന്ന് വരെ ഒരു മന്ത്രി പോലുമായിട്ടില്ല. സാധാരണ ഒരു MLAക്ക് എന്ത് അഴിമതിയാണ് നടത്താൻ പറ്റുക? അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ പോലും സീറ്റ് വിറ്റ് കാശുണ്ടാക്കിയെന്ന് പറയാമായിരുന്നു. ഇതിപ്പോൾ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ പണത്തെയാണ് ആളുകൾ ചോദ്യം ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ സതീശനെ പരിചയമുണ്ട് എന്നതിനപ്പുറത്തേക്ക് സതീശൻ്റെ വീട് സന്ദർശിക്കുകയോ സതീശൻ്റെ ആസ്തി പരിശോധിക്കുകയോ ചെയ്തിട്ടുള്ള ആളല്ല ഞാൻ. സതീശൻ മുഖ്യമന്ത്രിയായാൽ നല്ല വിഷനുള്ള നേതാവ് എന്ന് വിശ്വസിക്കുമ്പോഴും സതീശനല്ലാതെ മറ്റൊരാളും മുഖ്യമന്ത്രി ആവരുതേ എന്ന പിടിവാശിയൊന്നും എനിക്കില്ല. എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സഖാക്കളുടെ ഈ കുത്തിത്തിരിപ്പ് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. പിണറായി വിജയൻ്റെ വീടിനെയും സതീശൻ്റെ വീടിനെയും തമ്മിൽ താരതമ്യം ചെയ്യുന്ന സഖാക്കൾ മറന്നുപോകുന്ന ചില ചോദ്യങ്ങളുണ്ട്. പിണറായി വിജയൻ ഒരു തൊഴിലാളി വർഗ പാർട്ടിയുടെ നേതാവാണ്. പിണറായി വിജയൻ ആകപ്പാടെ ചെയ്തിരിക്കുന്ന ജോലിയായി നമുക്കറിയാവുന്നത് ദിനേശ് BD തൊഴിലാളികൾക്ക് ദേശാഭിമാനി വായിച്ചു കൊടുക്കുന്ന പണി മാത്രമാണ്. ആ ദേശാഭിമാനി വായിച്ചു കൊടുക്കാൻ പോകുമ്പോൾ പിണറായി വിജയൻ ഒരൊറ്റ ഉടുപ്പേ ഉണ്ടായിരുന്നു എന്ന് അന്ന് പിണറായി അറിയാവുന്നവർ പറയാറുണ്ട്. അവിടെ നിന്ന് പിന്നീട് പിണറായി വിജയൻ ചെയ്തിട്ടുള്ള പണി രാഷ്ട്രീയം മാത്രമാണ്. സതീശൻ ആയത്രയും കാലം പിണറായി വിജയൻ MLA പോലുമായിട്ടില്ല. ആ പിണറായി വിജയനാണ് മകളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച് കേരളത്തിന് പുറത്ത് മാസപ്പടി വാങ്ങുന്ന ഒന്നാന്തരം ബിസിനസ്സുകാരിയാക്കി മാറ്റിയത്. ആ പിണറായി വിജയനാണ് മകനെ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ വിട്ട് പഠിപ്പിച്ച് NRI ആക്കി മാറ്റി ദുബായിലേക്ക് താമസമുറപ്പിച്ചത്. ആ പിണറായി വിജയനാണ് ലോകമെമ്പാടും ചുറ്റി അത്യാഡംബര ഹോട്ടലുകളിൽ താമസിച്ച് അമേരിക്കയിൽ ചികിത്സ നേടി ക്ലിഫ് ഹൗസിൽ 45 ലക്ഷം രൂപയുടെ പശുത്തൊഴുത്ത് പണിത് സുഖമായി ജീവിക്കുന്നത്. എന്നാൽ VD സതീശൻ അങ്ങനെയായിരുന്നില്ല. നിങ്ങൾ നുണേശൻ എന്ന് പേരിട്ടതുപോലും VD സതീശൻ്റെ സാമർഥ്യത്തിനുള്ള അംഗീകാരമാണ്. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കി വ്യക്തമായി അവതരിപ്പിക്കാനുള്ള അസാധാരണമായ ശേഷി സതീശനുണ്ട്. സതീശൻ കോൺഗ്രസ് പാർട്ടിയിലെത്തുമ്പോൾ അഭിഭാഷകനായിരുന്നു. ഏതാണ്ട് 15 വർഷം അഭിഭാഷകൻ എന്ന നിലയിൽ അനേകം കേസുകൾ സതീശനെ തേടിയെത്തി. ഇന്നത്തെ സതീശൻ്റെ കൃത്യമായ ഉത്തരങ്ങളും കൃത്യമായ നിലപാടുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സതീശൻ ഒരു വിജയിയായ അഭിഭാഷകനായിരുന്നുവെന്ന്. അഭിഭാഷകർ ഒരുപാടുണ്ടാവും, എന്നാൽ കൃത്യതയും വ്യക്തതയും ഹാർഡ് വർക്കും ഉള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ. നന്നായി വിജയിക്കുന്നൊരു അഭിഭാഷകനാണ് ഏറ്റവും അധികം പണം ലഭിക്കുന്നത്. സുപ്രീം കോടതിയിൽ ഒരു സിറ്റിങ്ങിന് 1 കോടിയും 50 ലക്ഷവും ഒക്കെ പ്രതിഫലം വാങ്ങുന്ന വക്കീലന്മാരുണ്ട് എന്ന് മറക്കരുത്. കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് വിജയഭാനുവിനും S. ശ്രീകുമാറിനും രാമൻ പിള്ളയ്ക്കുമൊക്കെ ഒരു സിറ്റിങ്ങിന് ലക്ഷങ്ങളാണ് പ്രതിഫലമെന്ന് മറക്കരുത്. ഏറ്റവും അധികം പ്രതിഫലം കിട്ടുന്ന തൊഴിൽ ലോകത്തെല്ലായിടത്തും അഭിഭാഷകരുടേതാണ്. പണിയറിയാമെങ്കിൽ VD സതീശൻ പണി അറിയാവുന്ന അഭിഭാഷകനായിരുന്നു. അതുകൊണ്ട് തന്നെ VD സതീശൻ അനധികൃതമായ സ്വത്തുണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നവർ, അവർക്ക് സ്വന്തമായി ചാനലുകളും നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകരുമുണ്ടല്ലോ. കൈരളിയും ദേശാഭിമാനിയും ചിന്തയും മാത്രമല്ല, റിപ്പോർട്ടർ ചാനലും അവർക്ക് സ്വന്തമായി ഉണ്ട്. നിങ്ങളൊക്കെ മെനക്കെട്ടാൽ അനായാസം കണ്ടെത്താൻ കഴിയുന്നതാണ് VD സതീശൻ്റെ സ്വത്ത് വിവരങ്ങൾ. എന്താണ് നിങ്ങളാരും അതിന് മെനക്കെടാതെ അതൊക്കെ നാട്ടുകാർ കണ്ടെത്തണം എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നത്? പിണറായി വിജയന് വീട്ടിൽ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല, ഒരു ചിത്രം പോലും പുറത്തുവിട്ടിട്ടില്ല എന്ന് മാത്രമല്ല, പിണറായി വിജയൻ തൻ്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഒരു ദരിദ്രവാസിയാണെന്നാണ്. ഇത്രയും കാലം മത്സരിച്ച് പിണറായി വിജയൻ ഒന്നുമില്ല എന്ന് പറയുന്നു. പിണറായി വിജയൻ്റെ സ്വത്ത് വിവരങ്ങൾ പലതവണ നമ്മൾ കണ്ടതാണ്. ഒന്നുമില്ലാത്ത ഒരു പാവം എന്ന് പറയുന്നു. എന്നാൽ അതല്ല വാസ്തവമെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ VD സതീശൻ അങ്ങനെയല്ല തൻ്റെ സത്യവാങ്മൂലത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. VD സതീശൻ പറവൂരിൽ മത്സരിച്ചപ്പോൾ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്ന വാർത്ത മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പരവൂരിലെ UDF സ്ഥാനാർത്ഥിയെ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഭാര്യ ലക്ഷ്മി പ്രിയയ്ക്കും കൂടി 1.22 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്ന് സ്വത്ത് സംബന്ധിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഒരിടത്തും മറച്ചു വെച്ചിട്ടില്ല. നിക്ഷേപം തന്നെ 1.22 കോടിയുണ്ട്. സതീശന്റെ പേരിൽ ബാങ്ക് നിക്ഷേപവും സ്വർണവും ഉൾപ്പെടെ 53,82,286 രൂപയുടെയും ഭാര്യയുടെ പേരിൽ 68,40,477 രൂപയുടെയും നിക്ഷേപമുണ്ട്. പണമായി പ്രതിപക്ഷ നേതാവിന്റെ കൈവശം 64,000 രൂപയും ഭാര്യയുടെ പക്കൽ 9,000 രൂപയുമുണ്ട്. ഇത് നിക്ഷേപം റെക്കോർഡിലുള്ളതാണ്. അതിൻ്റെ സോഴ്സും റെക്കോർഡിലുണ്ടാവും. സതീശന് 25,000 രൂപയുടെ ബാങ്ക് ഓഹരിയും 35 ഗ്രാം സ്വർണവുമുണ്ട്. ഭാര്യയുടെ കൈവശം 1,128 ഗ്രാം സ്വർണമുണ്ട്. മകൾ ഉണ്ണിമായിയുടെ പേരിൽ 9,60,000 രൂപയുടെ കാറുണ്ട്. വീടും സ്ഥലങ്ങളും ഉൾപ്പെടെ 2,42,63,816 രൂപയുടെ മൂല്യമുള്ള സ്ഥാവര വസ്തുക്കളുണ്ട്. പരവൂരിൽ 30 സെന്റ് സ്ഥലവും വീടും ജന്മദേശമായ നെട്ടൂരിൽ 33 സെന്റ് സ്ഥലവും ഉൾപ്പെടെ ഭാര്യയുടെ പേരിൽ പൈതൃകമായി കിട്ടിയ 1,85,27,520 രൂപ മൂല്യമുള്ള സ്ഥലമുണ്ട്. 24,635 രൂപയുടെ കടബാധ്യതയുണ്ട്. ഭാര്യയുടെ പേരിൽ 17,40,400 രൂപയുടെ ബാധ്യത. വിവിധ കോടതികളിലെ 18 കേസുകളിൽ സതീശൻ്റെ പേരിലുണ്ട്. ഇത് കൃത്യമായി രേഖാമൂലം പറഞ്ഞിട്ടാണ് സതീശൻ മത്സരിച്ചത്. എന്നാൽ പിണറായി ഒന്നുമില്ല എന്ന് പറഞ്ഞ് ജനത്തെ കബളിപ്പിക്കുന്നതാണ് പ്രശ്നം.
സതീശനെ നിങ്ങൾ രാഷ്ട്രീയമായി നേരിടുക. അല്ലാതെ അധ്വാനിച്ചുണ്ടാക്കിയ പണത്തിൻ്റെ പേരിൽ സതീശനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് സതീശൻ്റെ മൂല്യം ഉയർത്തുകയുള്ളൂ എന്ന് മറക്കാതിരിക്കുക.